ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച KS വീട്ടിലേക്ക് ബോംബേറ് എന്നുള്ളൊരു വാർത്തയിൽ നിന്ന് തുടങ്ങുകയാണ് നമ്മൾ. ജില്ലാ സെക്രട്ടറി ബിഥുൽ ബാലന്റെ വടകരയിലെ വീട്ടിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയായിരുന്നു ആക്രമണം. ആ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിൽ ലഭ്യമാണ്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരും. പ്രസാദ് ഉറുമ്പശ്ശേരി ഉണ്ട് നമുക്കൊപ്പം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ആരോഗ്യമന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിൽ പങ്കെടുത്ത KS വീട്ടിലേക്കുള്ള ബോംബേറിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി ഇന്നിപ്പോൾ ഡിസ്ചാർജായി തിരുവനന്തപുരത്തേക്ക് പോയിട്ടേ ഉള്ളൂ. ഈ ബോംബേറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ്? ഈ കൃത്യമായി CCTVയിൽ കാണാം ഒരാൾ വന്ന് വീട്ടിലേക്ക് ബോംബ് എറിയുന്നത്. പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് വീട്ടുകാരുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ പ്രസാദ്? ലക്ഷ്മി, ഇന്ന് പുലർച്ചെ 2:36 CCTVയിലെ സമയങ്ങൾ കൃത്യമാണെങ്കിൽ 2:36 വീടിന് നേരെ, ബിഥുൽ ബാലന്റെ വീടിന് നേരെ, വടകരയിലുള്ള വീടിന് നേരെ ബോംബേർ ഉണ്ടാകുന്നത്. ഈ ബോംബേറിൽ വീടിന്റെ ജനലിനോട് ചേർന്നിട്ടുള്ള സൺഷൈഡിന്റെ ഒരു ഭാഗം, അതിന്റെ ഓടുകൾ ഇളകി താഴെ വീണിട്ടുണ്ട്. മറ്റ് വീട്ടിൽ ബിഥുൽ ബാലനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡ് കഴിയുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധം ആ ഭാഗത്ത് പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട്. രാത്രി തന്നെ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കളും മറ്റും വീട്ടിൽ വരികയും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അവിടെ വടകര മേഖലയിൽ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അതിൽ 2 പേരെ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരാൾ കൂടി അപ്പുറത്ത് നിൽക്കുന്നത് ദൃശ്യങ്ങൾ സൂക്ഷിച്ച് നോക്കാൻ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എത്ര പേരാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളത് ഈ വീടിന് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ ഈ ബോംബേറിൽ? അതാണ് നേരത്തെ പറഞ്ഞത്. വീടിന്റെ സൺസൈഡിൽ നിന്നുള്ള ഓടിന്റെ ഭാഗം പൊട്ടി വീണിട്ടുണ്ട്. സൺസൈഡിന്റെ ഒരു ഭാഗത്ത് തകർന്നിട്ടുണ്ട്. ജനലിലേക്കോ മറ്റും ഒന്നും വീണിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ബിഥുൽ ബാലന്റെ വീടിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം പ്രാദേശികമായി ആ മേഖലയിൽ, ഈ വടകര ബിഥുൽ ബാലന്റെ വീട് നിൽക്കുന്ന വടകര തോടന്നൂർ മേഖലയിൽ ഇന്ന് പ്രാദേശികമായി ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. വലിയ പ്രതിഷേധം ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാനും നമ്മളിപ്പോ നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ നിന്ന് വീട്ടില് പോലീസ് കാവലൊക്കെ ഒരുക്കിയിട്ടുള്ളത് കാണാം. വീട്ടിന്റെ മുൻപിൽ പോലീസ് ഇരിക്കുന്നത് കാണാം. മാത്രമല്ല പോലീസ് എത്തി അവിടെ ക്രൈം സീനൊക്കെ തിരിച്ചിട്ടുള്ളതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ നേതാക്കളുടെയോ ഈ കുടുംബാംഗങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ പ്രതികരണം കൂടി വരുന്നുണ്ടോ പ്രസാദ്? ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ലക്ഷ്മി, അവിടുന്ന് പ്രാദേശികമായി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ പ്രതികരണം നമ്മൾ അയച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ പ്രതികരണം ലഭ്യമാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവർ പറയുന്നത് അവിടുന്ന് പ്രാദേശികമായിട്ട് CPM-നെതിരെയും SFI-ക്കെതിരെയുമാണ് ആരോപണം വന്നിട്ടുള്ളത്. അവരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളതെന്ന ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പുലർച്ചെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധവും പ്രാദേശികമായി അവിടെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രകടനം ഉൾപ്പെടെ പ്രതിഷേധവും സംഘടിപ്പിക്കും.